ലമ്മാ ഖലഖല്ലാഹുൽ അർശ, അല്ലാഹു അർശിനെ സൃഷ്ടിച്ചിട്ട് മലക്കുകളോട് അതിനെ ചുമക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോ മലക്കുകൾക്ക് അത് വഹിക്കാൻ സാധിച്ചില്ല. അവർക്ക് വലിയ ഭാരമായി തോന്നിയത്. അപ്പോൾ അല്ലാഹു ആ മലക്കുകളോട് പറഞ്ഞു, ഖൂലൂ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറയുമെന്ന് പറഞ്ഞു. മലക്കുകൾ സുബ്ഹാനല്ലാഹ് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അർശിനെ അവർക്ക് ചുമക്കാൻ സാധിച്ചു. പിന്നീട് മലക്കുകൾ എല്ലാ സമയത്തും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. രണ്ടാമത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ള പടച്ചപ്പോ ആദം നബിയുടെ ശരീരത്തിൽ റൂഹ് നിക്ഷേപിച്ചപ്പോൾ തുമ്പിയല്ലോ. ആ സമയത്ത് ആദം നബിക്ക് അൽഹംദുലില്ലാഹ് പറയാൻ തോന്നിപ്പിക്കുകയും ആദം നബി അൽഹംദുലില്ലാഹ് പറയുകയും ചെയ്തു. ഇത് മലക്കുകൾ കേൾക്കുന്നു. നേരത്തെ അവർ ചൊല്ലിവരുന്ന സുബ്ഹാനല്ലാഹയോടുകൂടെ അൽഹംദുലില്ലാഹയും അവർ കൂട്ടി പറയുകയാണ്. വലിയ മഹത്വമുള്ള ഈ രണ്ട് ദിക്റുകൾ മലക്കുകൾ ഇങ്ങനെ ചൊല്ലിവരികയാണ് സദാ സമയത്ത്. പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ള പടച്ചു. നൂഹ് നബിയുടെ സമുദായത്തിൽപ്പെട്ടവർ ധാരാളം ബിംബാരാധകരുണ്ട്. അവരോട് തൗഹീദിന്റെ വാക്ക് പറയാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തപ്പോ അതും മലക്കുകൾ കേൾക്കുകയാണ്. ഉടനെ മലക്കുകൾ അതാ നേരത്തെ ചൊല്ലിവരുന്ന ആ രണ്ട് ദിക്റുകളോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹും ചൊല്ലുകയാണ്. എല്ലാ സമയത്തും ഈ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ലാ ഇലാഹ ഇല്ലല്ലാഹും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ള പടച്ചല്ലോ. ആ ഇബ്രാഹിം നബിയോട് തന്റെ മകൻ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞതിന് തയ്യാറായി. ആ പരീക്ഷണത്തിൽ വിജയിച്ചു. അല്ലാഹു തആല ഒരു ആടിനെ ഇറക്കി കൊടുത്തു. ആ ആടിനെ കണ്ട സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷം കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞല്ലോ. അതും മലക്കുകൾ കേൾക്കുകയാണ്. നേരത്തെ ചൊല്ലിവരുന്ന ദിക്റുകളോടുകൂടെ അല്ലാഹു അക്ബർ അവർ പറയുകയാണ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ നാല് ദിക്റുകൾ മലക്കുകൾ സദാ സമയത്തും ചൊല്ലുകയാണ്. ഈ സംഭവം ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് വന്നു പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ ഇൽമും ഹാദിഹിൽ കലിമ ഇലാ ഹൗലാഇൽ കലിമാത്ത്, ഈ ദിക്റുകൾ നേരത്തെ പറഞ്ഞ ദിക്റുകളോടുകൂടെ കൂട്ടി പറയുക എന്ന് പറഞ്ഞു. അങ്ങനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ദിക്റുകൾ മലക്കുകൾ ചൊല്ലാൻ തുടങ്ങി. വലിയ മഹത്വമുള്ള ദിക്റുകളാണ്. നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ വലിയ പ്രതിഫലം ലഭിക്കുന്ന ദിക്റുകളാണ്. ധാരാളം ചൊല്ലാൻ